ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഉമ്മിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കെല്ലാവർക്കും നോമ്പ് വരാൻ പോകാണ്. അപ്പോൾ റമദാൻ വരാൻ പോകുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഒരു ക്ലീനിങ് വ്ലോഗായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നല്ലോണം ഡീപ്പായിട്ടുള്ള ക്ലീനിങ് ആണ്. ഒരു ദിവസം കൊണ്ട് ചെയ്തതല്ല, ഇത് പല ദിവസങ്ങളായിട്ട് ചെയ്തതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ വീടിൻ്റെ മോൾ വശമാണ് ചെയ്യുന്നത്. അവിടെ കുറച്ച് അടിച്ചു വാരാനും അവിടെയൊക്കെ നിറച്ച് പൊടിയും മാറാലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മി മാറാലയൊക്കെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുകൾ ഭാഗം നമ്മൾ യൂസ് ചെയ്യുന്നില്ല, അത് റെന്റിന് കൊടുത്തിരിക്കുന്നതാണ്. ഇപ്പോൾ അവിടെ ആരും താമസിക്കുന്നില്ല. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ക്ലീൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ അവിടെ നല്ലോണം പൊടിയുണ്ട്, കാരണം ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു പണി നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നും റോട്ടിൽ നിന്നുമുള്ള പൊടികളൊക്കെ വരുന്നുണ്ട് ഇങ്ങോട്ട്. അതുകൊണ്ട് തന്നെ നിറച്ച് പൊടിയുണ്ട് അവിടെ. അപ്പോൾ ഉമ്മ അത് തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ തൂണുകളും പിന്നെ ബാൽക്കണിയിലെ നമ്മുടെ സ്റ്റീലിൻ്റെ കമ്പികളുണ്ട്. അപ്പോൾ അതൊക്കെ തുടയ്ക്കാണ്. പിന്നെ ജനലൊക്കെ തുടയ്ക്കുന്നുണ്ട് അവിടുത്തെ തന്നെ. ജനലൊക്കെ തുടച്ചു കഴിഞ്ഞു. എന്നിട്ട് ഉമ്മി നിലമൊക്കെ ഒന്ന് തുടയ്ക്കായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട് വശത്തെ ജനലും അതൊക്കെയാണ്. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് ബോട്ടിൽ ആർട്സ് ചെയ്തിട്ട് അതിൽ കുറച്ച് മണി പ്ലാന്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി ജനലൊക്കെ ഒന്ന് തുറന്നിട്ടാണ് ഞങ്ങൾ തുടയ്ക്കുന്നത്. അപ്പോൾ ഞങ്ങളിത് കുറച്ച് ദിവസത്തെ ജോലികൾ ഫാസ്റ്റ് ആക്കിയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ അവിടെ ഫുള്ള് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കഴുകിയെടുക്കുകയാണ്. മുകളിലേക്കൊക്കെ വെള്ളം ചീറ്റിയിട്ട് കഴുകിയെടുക്കുന്നുണ്ട്, കാരണം അവിടെയൊക്കെ നല്ലോണം പൊടികളുണ്ട്. അവിടെ ഒന്നും കയറിയിട്ട് തുടയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കുന്നത്. എന്നിട്ട് പിന്നെ ഞാൻ ആ കുപ്പികളൊക്കെ തിരിച്ചെടുത്ത് വെക്കാണ്. അവിടെയൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്തു. പിന്നെ ഉള്ളിലത്തെ കർട്ടൻസൊക്കെ ഒന്ന് അയച്ച് മാറ്റുന്നുണ്ട്, അതൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ ഇരിക്കുന്ന കുറച്ച് ഫ്ലവർ പോട്ട്സും പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവേഴ്സൊക്കെ ഞങ്ങൾ ഒരു ദിവസം കഴുകിയതാണ്, അതുകൊണ്ട് അത് കഴുകുന്നില്ല. പിന്നെ സെറ്റിയുടെ കവറൊക്കെ ഞങ്ങൾ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. എല്ലാ കർട്ടൻസും അങ്ങനെ ഞങ്ങൾ അഴിച്ചു മാറ്റുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പുറത്ത് നിന്നാണ് അതൊക്കെ കഴുകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കളിക്കുകയാണ്. ഇവിടെ പൂച്ചയുണ്ട്. ഞാൻ പൂച്ചേനൊക്കെ എടുത്തിട്ട് വെറുതെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ തന്നെ വാപ്പി വന്നു. പിന്നെ കർട്ടനൊക്കെ ഞങ്ങൾ കഴുകുമായിരുന്നു. കർട്ടൻ അപ്പോൾ ഒറ്റയ്ക്ക് എടുത്ത് പൊക്കാൻ പറ്റില്ല, കാരണം നല്ല വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വാപ്പി വന്നിട്ടാണ് ഞങ്ങളത് കഴുകിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തന്നെ വാപ്പിയുടെ വണ്ടിയും കഴുകുകയാണ്.
സൈഡിലുള്ള മാറാലാസൊക്കെ തട്ടാണ്. വീടിന് ചുറ്റുമുള്ള മാറാല ഫുള്ള് തട്ടിയിട്ടുണ്ട്. പിന്നെ അവിടെ പെയിൻ്റ് അടിച്ചേക്കുന്നത് ഞാൻ അടിച്ചതാണ്. കുറച്ച് ഭാഗത്ത് മാത്രമേ അടിച്ചിട്ടുള്ളൂ. പിന്നെ അതിനുശേഷം ഉമ്മി മുസല്ലയും നിസ്കാരക്കുപ്പായങ്ങളൊക്കെ എടുത്ത് കഴുകുകയാണ്. പിന്നെ ഞങ്ങൾ അടുക്കളയിലാണ് ക്ലീൻ ചെയ്യുന്നത്. എല്ലാ പൊടികളൊക്കെ ഇട്ട് വെച്ചേക്കുന്നതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അടുക്കളയിൽ ക്ലീൻ ചെയ്യാനാണ് കുറേ സമയം എടുത്തത്. എല്ലാ ഡപ്പികളും നമ്മളങ്ങനെ താഴത്തേക്ക് എടുത്ത് അവിടെയൊക്കെ തുടച്ചു. പിന്നെ കാലിയായിട്ടുള്ള ഡപ്പികളൊക്കെ കഴുകി ഉണക്കി എടുത്തിട്ട് അതിലേക്ക് വീണ്ടും പൊടികളൊക്കെ നിറച്ച് വെക്കും. അപ്പോൾ ഞങ്ങളിവിടെ അത് കഴുകിയിട്ട് അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് കമത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഡപ്പികളിലും ഓരോന്ന് തീരുന്നതനുസരിച്ച് അത് കഴുകിയിട്ടാണ് പിന്നെയും യൂസ് ചെയ്യാറ്. സാധനങ്ങളുള്ള ഡപ്പികളൊക്കെ ഒന്ന് എടുത്ത് തുടച്ച് വെക്കാണ്. കബോർഡ്സൊക്കെ പിന്നെ നല്ലോണം തുടയ്ക്കുകയാണ്. പിന്നെ ഉള്ളത് ഈ കാസ്ട്രോൾസും ചില്ലുപാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് കഴുകിയിട്ട് വെക്കാണ്. അപ്പോൾ അവിടുത്തെ ഗ്ലാസ് ഉണ്ട്, അതിങ്ങനെ സാധനങ്ങൾ വെക്കുന്നത് അതൊക്കെ ഊരി കഴുകിയിട്ടാണ് ഒന്നും കൂടി വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുക്കളയിലത്തെ കോലം കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ള കോലം. അപ്പോൾ ആ സമയത്ത് ഉമ്മി അവിടെ കൗണ്ടർ ടോപ്പും ഗ്യാസ് ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുമായിരുന്നു. പിന്നെ എല്ലാ പൊടികളും നിറച്ച് വെക്കുകയായിരുന്നു. നേരത്തെ ഉണക്കിയ പാത്രത്തിലേക്ക് പഞ്ചസാര അതൊക്കെ നിറച്ച് വെക്കുകയായിരുന്നു. അപ്പോൾ എല്ലാം തുടച്ച് വൃത്തിയാക്കി തിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ട് അവിടെ. അപ്പോൾ നമ്മുടെ എല്ലാ സ്ഥലവും അടുക്കളയിലത്തെ ടോപ്പ് ഭാഗങ്ങളൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് ടിന്നുകളും പാത്രങ്ങളൊക്കെ മുകളിലേക്ക് എടുത്തു വെച്ചു. അപ്പോൾ ഉമ്മി ഫ്രിഡ്ജും തുടച്ചിട്ടുണ്ടായിരുന്നു, അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫ്രിഡ്ജും നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എല്ലാ സ്ഥലത്തും ഡോറൊക്കെ ഒന്ന് തുടക്കുകയായിരുന്നു. പിന്നെ എല്ലാ സ്ഥലത്തും ജനലുകളും തുടച്ചു. പിന്നെ എൻ്റെ സ്റ്റഡി ടേബിൾ ക്ലീൻ ചെയ്യുന്നതും ഞങ്ങൾ എടുത്തില്ല, കാരണം അത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ അത് കാണിക്കുന്നുണ്ട്. സ്റ്റഡി ടേബിളിലെ എല്ലാ ബുക്കും എടുത്ത് മാറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാമൊക്കെ കഴിഞ്ഞു, സ്കൂള് ക്ലോസ് ചെയ്തു. അതുകൊണ്ട് തന്നെ എല്ലാ ബുക്സൊക്കെ എടുത്ത് വേറെ ബാഗിലേക്ക് ആക്കിയിട്ട് വെക്കാണ്. അതിനുശേഷം ഞങ്ങളുടെ ഹാളിലുള്ളൊരു ഷോക്കേസാണ്, അവിടെയൊക്കെ ക്ലീൻ ചെയ്യായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. ഒന്നും കൂടി തുടച്ചിട്ട് വെക്കുന്നുണ്ട്. ഡൈനിങ് ഹാളിലെ ഷോക്കേസാണ് ഇപ്പോൾ ഉമ്മി ക്ലീൻ ചെയ്തത്. ഞങ്ങളുടെ ഹാളിലെ ഷോക്കേസ് കുറച്ച് ദിവസം മുമ്പ് ക്ലീൻ ചെയ്തായിരുന്നു, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നില്ല. പിന്നെ വാഷ് ബേസിൻസൊക്കെ എല്ലാം കഴുകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലീനിങ് ഒക്കെ ഏതാണ്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ്.
അതിനായിട്ട് ഉമ്മ ഇവിടെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് കുറച്ച് മൈദപ്പൊടി എടുക്കണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിനുള്ള പഞ്ചസാര, പിന്നെ എള്ളും കൂടി ചേർക്കണം. പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർക്കണം. ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത്, ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് നമ്മുടെ പഴം അതിൽ മുക്കിയെടുക്കാം. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചായയും പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കുകയാണ്. അപ്പോൾ നമ്മൾ സെറ്റിയുടെ കവറൊക്കെ വിരിച്ച് പില്ലോസൊക്കെ വെച്ച് അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിലത്തെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. അവിടെ നമ്മൾ പില്ലോസും ഒക്കെ വെച്ച് സെറ്റാക്കി. അപ്പോൾ നമ്മുടെ ക്ലീനിങ് ഏകദേശം എല്ലാം ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലീനിങ് വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക.